उदरे स्वयं रूपकदामह्यं ददामि सुखदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साकजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादां सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते सप्तकाञ्चन गौरांगी राधे वृंदावनेश्वरी ऋषिमाणसुते देवी प्रणमामि हरिप्रिये वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीचैतन्येश्वर श्रीगुरुं भवदारणं नष्टप्रायेषु भद्रेषु नित्यं भागवतसेव्यं भगवते उत्तमश्लोके भक्तिर्भवति नष्टगी नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട അധ്യായമായ ഗീതാ വിഷയ സംഗ്രഹം, ദ നെക്ടർ, സംക്ഷിപ്തത്തിലോട്ട് സ്വാഗതം. അതിനകത്ത് നമ്മൾ ഒരു പാർട്ട് കഴിഞ്ഞു. ശ്ലോകം നമ്പർ 1 മുതൽ 10 വരെ അർജുനന്റെ സംശയങ്ങളും അവസാനം ഭഗവാനെ ശരണാഗതി പ്രാപിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഉപദേശങ്ങളാണ്, ദ ഫിലോസഫിക്കൽ തോട്ട്സ്. ഇത്രയധികം ഫിലോസഫി പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ, ഒരു സൂപ്പർമാനെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. പിന്നെ ഇവരെ ഫോളോ ചെയ്യുകയാണ് ബാക്കിയുള്ള എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഭഗവത്ഗീതയുടെ പേര് പറയുന്നില്ലായിരിക്കാം, കൃഷ്ണന്റെ പേര് പറയുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഭഗവത്ഗീത വായിച്ചതിന് ശേഷം, ഇപ്പൊ ആധികാരികത ഭഗവത്ഗീതയാണ്. പകരം ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത് 5750 വർഷങ്ങൾക്ക് മുൻപിട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനാണ് ബാക്കിയല്ല. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് ഭഗവത്ഗീത വായിക്കുമ്പോൾ അവർ ഇതിനെപ്പറ്റിയാണല്ലോ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അവരിത് തീർച്ചയായിട്ടും റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ഇതിന്റെ ആധികാരികം. അപ്പം പിന്നീട് വന്നിട്ടുള്ള ഏത് വിഭാഗത്തിലാണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. ചിലര് ഡയറക്റ്റ് ആയിട്ട് ഭഗവത്ഗീത, ശീല പ്രഭുപാദരെ പോലുള്ളവർ ചിലർ പറയും, ഭഗവത്ഗീത റെഫറൻസ് ഒക്കെ പറയും. ചിലരത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം പല സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പേരിൽ അറിയപ്പെടണമെന്നുണ്ടായിരിക്കാം. പക്ഷേ എനിവേ ഏതൊക്കെ ആണെങ്കിലും അവരെല്ലാം എടുത്തിരിക്കുന്നത് ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവത്തിൽ നിന്നുള്ള കോട്ടുകളാണ്. അപ്പൊ അതാണ് അതിന്റെ ആധികാരികത. അപ്പം ഈ 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മുടെ അസ്തിത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആരിരുന്നത് കൊണ്ടാണ് ശരീരത്തിന് ജീവൻ നിൽക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതിന്റെ ആ മാറ്റർ, ആ ഘടകത്തിന്റെ പേരെന്താണ്? ആത്മാവ്. ഈ ആത്മാവ് എന്താണ്? ഈ ആത്മാവിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ബോഡിയും ആത്മാവും തമ്മിലുള്ള, ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അർജുനനോട് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സംശയങ്ങൾ നമുക്കും ഉണ്ടാവും. പല രീതിയിൽ ദേഷ്യപ്പെട്ടോ, അല്ലെങ്കിൽ അസൂയപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ സന്തോഷം കൊണ്ടോ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എന്തിന് എനിക്ക് ഈ ജന്മം തന്നു ഭഗവാനെ നമ്മൾ ചോദിച്ചിരിക്കാം, അറിഞ്ഞോ അറിയാതെ. അപ്പൊ അതിന്റെ എല്ലാ ഉത്തരം ഈ ഭഗവത്ഗീതയിൽ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് നിനക്ക് ഈ ജന്മം തന്നിരിക്കുന്നത്? ചിലർ പിന്നെ ചോദിച്ചിരിക്കാം, എന്നെ എന്തിന് ഇങ്ങനെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കല്യാണം എന്തിന് ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ഇവിടെ കല്യാണം കഴിച്ചിരിക്കുന്നു, ഏതവസ്ഥയിലാണ് ഇത് എനിക്ക് തോന്നിയത്? അതിന്റെ ഉത്തരവും ഭഗവത്ഗീതയിലുണ്ട്. അപ്പൊ ഇതെല്ലാം ആത്മാവിനെ കുറിച്ച് ഭഗവാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ കഴിഞ്ഞ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ ഭഗവത്ഗീത 12ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. അപ്പൊ അതില് കഠോപനിഷത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, നിത്യോ നിത്യാനാം ചേതനാ ഏകോ ബഹൂനാം യോ വിതധാതി കാമാൻ തമാസ്നസ്തം യേ അനുപശ്യന്തി ധീരാസ് തേഷാം ശാന്തി ശാശ്വതി നേതരേഷാം. ആത്മാവിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതിന് ഈക്വലായിട്ട് വേറൊരു ശ്ലോകം കൂടെ ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ
പൂർണ്ണമേവാവശിഷ്യതേ. ഇത് ഭഗവാനെ കുറിച്ച് പറയുന്നതാണ് ഈശോപനിഷത്തില്. ഈശോപനിഷത്ത് മൊത്തം വിഷ്ണുവിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതില് പറയുന്നത് പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം മാറിക്കഴിഞ്ഞാലും പൂർണ്ണമായി തന്നെ അത് ശേഷിക്കുന്നു. അതാണ് ആത്മാവ്. ഈ ആത്മാവ് പരമാത്മാവിന്റെ ഭാഗമാണ്. അതായത് ഏതെങ്കിലും പ്രകാശമുള്ള ഒരു വസ്തു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രകാശം ഇതിന്റെ സൂപ്പർ സോഴ്സായ സൂര്യന്റെ ഭാഗമാണ്. ആ സൂര്യൻ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്രകാശം ഈ വസ്തുവിലും നമുക്ക് ജ്വലിപ്പിക്കാനും അതല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചൂടോ പ്രകാശമോ എന്തൊക്കെ കിട്ടുന്നോ അത് ഈ സൂപ്പർ സോഴ്സായ സൂര്യനിൽ നിന്നുള്ള എനർജിയാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല, ആത്മീയ ലോകത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരും. നമ്മൾ ഭൗതിക ലോകത്തിന്റെ ഭാഗമേ അല്ല, ഭൗതിക ലോകത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ കവർ ചെയ്യാൻ നോക്കാം. എനിക്ക് 3 ശ്ലോകം കവർ ചെയ്യണമെന്നുണ്ട്. കാര്യം ഇതെല്ലാം കണക്റ്റഡ് ആണ്. നിർത്തി 13, 14, 15 ഇതാണ് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് 13, 14, 15. ശ്യാമസുധീർദാസ് പ്രഭു, ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 13ാമത്തെ ശ്ലോകത്തിലോട്ട് പോവുകയാണ്. അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് വേണ്ടിയിട്ട്. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ചര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ് തത്ര ന മുഹ്യതി. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ. റിപ്പീറ്റ്. രണ്ടാമത്തെ ചാപ്റ്റർ. വായിച്ചു അല്ലേ നമ്മള്? 12th ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് ഞാൻ റിവ്യൂ ചെയ്തത്. ആ 12ാമത്തെ ശ്ലോകത്തിലാണ് നത്വേ വാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. ഞാൻ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല, അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാം എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കഠോപനിഷത്തിലെ ഈ ശ്ലോകം പറയുന്നത്. ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിത്യമാണ്. നിത്യോ നിത്യാനാം ചേതനാചേതനാനാം, എപ്പോഴും ചേതനയുള്ളവനാണ്. ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ തമാസ്തം യേ അനുപശ്യന്തി ധീര സ്തേഷാം ശാന്തി ശാശ്വതേ നേതേരേഷാം. അതിന്റെ ഈക്വൽ ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വരുമ്പം ഈശോപനിഷത്തിലെ ശ്ലോകം വരുന്നത് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദാഹ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പം ആത്മാവിനെ കുറിച്ച് കുറെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മുന്നിൽ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ സംഭവ ബഹുലമായ ഒരു കാര്യമാണ്. കാര്യം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മുടെ ചെവികൾക്ക് ഫ്രീക്വൻസി ഉണ്ട്, അതുപോലെ നമ്മുടെ കണ്ണുകൾക്കും. ഈ കണ്ണുകളുടെ കാഴ്ച എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. കേൾക്കുന്നതിനെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ണിനെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷ് അറിയാമോ? കണ്ണിന്റെ കാഴ്ചയുടെ ആ ഒരു ഡിസ്റ്റൻസിന്റെ അളവിനെ നമ്മൾ എന്താ പറയുന്നത്? നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്തത് മറ്റു ചില ജീവികൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നായയെ വളർത്തുന്നത്. ഇപ്പൊ പല കാര്യങ്ങളില് നമ്മൾ പരിമിതമാണ്. നമ്മുടെ ബുദ്ധി പരിമിതമാണ്, നമ്മുടെ ശേഷി, അതായത് നമ്മുടെ ഈ ഫിസിക്കൽ അവയവങ്ങൾ പരിമിതമാണ്. പ്രഭു, അതിനകത്ത് നമ്മൾ പറയും നമ്മുടെ വിഷ്വൽ സ്പെക്ട്രം എന്നാ പറയുന്നത്, കാണാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസി. വിഷ്വൽ സ്പെക്ട്രം, അതെ, കാണാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസി, വിഷ്വൽ സ്പെക്ട്രം. നമ്മളെ സാധാരണഗതി ചില പറയും ഭിന്നശേഷിക്കാരൻ എന്ന് പറയും. ആക്ച്വലി നമ്മളെല്ലാം ഭിന്നശേഷിക്കാരാണ്. അവർ മാത്രമല്ല ഭിന്നശേഷിക്കാരൻ, നമ്മുടെ മുന്നിൽ അവർ ഭിന്നശേഷിക്കാരാണ്.
ഇപ്പം ഈ നമ്മൾ പണ്ട് പറയാറുണ്ട്, പിന്നെ രണ്ട് കാലേ മന്തുള്ളവൻ ഒറ്റക്കാലിൽ, എങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, മന്ദൻ എന്ന് വിളിക്കുന്നു എന്നുള്ളത്. രണ്ട് കാലേ മന്തുള്ളവൻ മണലിൽ ഈ രണ്ട് കാലും കുഴിച്ചു വെച്ചിട്ട് ഒരു കാലി മന്തുള്ളവൻ നടന്നു പോകുമ്പോൾ ഹേ മന്ദ എന്ന് പറയും. ആ ഒരവസ്ഥയാണ് നമ്മളുടെ. നമ്മൾ ഭിന്നശേഷിക്കാരാണ്. നമ്മൾ പൂർണ്ണമായി അംഗങ്ങൾ ശേഷിയുള്ളവരൊന്നും അല്ല. പക്ഷെ ഭൗതികതയും നമുക്ക് തോന്നും നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ളത്. നമ്മുടെ അംഗങ്ങൾക്ക് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൃഷിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? കോടാലി എടുത്ത് ഒരാള് വിറക് കീറുന്നുണ്ടെങ്കിൽ അതേ കോടാലി എടുത്ത് അതേ വിറക് എന്തുകൊണ്ട് നമുക്ക്, അവനെ പോലുള്ള ശരീരമുണ്ട് നമുക്കുണ്ട്, അവനെ പോലുള്ള കൈകൾ നമുക്കുണ്ട്, എന്തുകൊണ്ട് എടുത്ത് കീറാൻ പറ്റുന്നില്ല? ഒരാൾ എഞ്ചിനീയറായി ഒരാൾ പിയൂണായാൾക്ക് എന്തുകൊണ്ട് എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല? പരിമിതികളുണ്ട്. അപ്പൊ നമുക്ക് അംഗപരിമിതികൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ ഭിന്നശേഷിക്കാരൻ തന്നെയാണ്. ഇതാണ് ഭൗതികയുടെ വ്യത്യാസം. അതേസമയം നമ്മൾ അഹങ്കരിക്കുന്നു നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ളത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് എന്തോ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ 13ാമത്തെ ശ്ലോകത്തിലോട്ട് നമ്മൾ പോവുകയാണ്. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശബ്ദാർത്ഥം. അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ, ദേഹിനക ദേഹിക്ക്, ജീവൻ, യഥാ എപ്രകാരമാണോ, കൗമാരം കൗമാരവും, യൗവനം യൗവനവും, ജരാ മരണവും, തഥാ അപ്രകാരമാണ് ദേഹാന്തരപ്രാപ്തി, ദേഹാന്തരപ്രാപ്തിയും അന്യദേഹത്തിലേക്കുള്ള പ്രവേശവും, തത്ര അതിൽ, അക്കാര്യത്തിൽ, ധീരക ധീരൻ, ന മുഹ്യതി മോഹിക്കുന്നില്ല. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീലപ്രഭുപാദയ്ക്ക് ചെയ്യും. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാവില്ല. ഒരു ട്രാൻസ്മിഷൻ സ്റ്റേജ്. ഇത് നടക്കുമ്പം ഒരു സയന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പുറത്തു വരും. അതുപോലെ ആയിരിക്കണം നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളും ഒരു ശാസ്ത്രജ്ഞനാണ്, ശാസ്ത്ര നിപുണനാണ്. ശാസ്ത്ര ചക്ഷുസ് കൊണ്ട് നമ്മൾ ഓരോന്നിനെയും കാണാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കും അത്തരം ഒരു ദുഃഖം ഉണ്ടാവില്ല. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാവുകയില്ല. 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം സാർ വന്ന് എപ്പോഴും കഥകൾ പറയുമായിരുന്നു. ക്രാഫ്റ്റ് പീരീഡ് എന്ന് പറയും. അപ്പൊ ആ സാർ വന്നു. അപ്പൊ ഇതൊക്കെ പറയുമ്പം ഒന്നും മനസ്സിലായിട്ടില്ല, കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്ന് ഭഗവത്ഗീത വായിക്കുമ്പോഴാണ് ഞാൻ ആ സാറിനെ ഓർമ്മിക്കുന്നതും ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവും. ഹരേ കൃഷ്ണ. എന്തായാലും ആ സാറിനും പ്രണാമം. ഹരേ കൃഷ്ണ. ഇപ്പൊ എവിടെന്നറിയില്ല. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ
കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. ഗോവിപ്രഭു എന്താ വേറെ സിസ്റ്റം കൂടി എന്താണ് ഷെയർ ചെയ്യുന്നത്? വേറെ ഓൺ ചെയ്യൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്ത പ്രാപ്തി തത്ര ന മുഹ്യതി. ധീരസ്തത്ര ന മുഹ്യതി. ധീരസ്തത്ര ന മുഹ്യതി. സുശീൽ പ്രഭു. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. സുധീഷ് ജി. ദേഹിനോ അസ്മിൻ യഥാ ദേഹോ കൗമാരം യൗവനം ജരാ യഥാ ദേഹാന്തര പ്രാപ്തിർ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. സുധീർ പ്രഭു. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. സിമി മാതാജി എവിടെ? യെസ്, വായിച്ചോളൂ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. മീരാജി. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിദ്യാജി. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുമാജി. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. നിഷാജി. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് ചെല്ലാം. 1 2 3 4 സ്റ്റാർട്ട്. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാവില്ല. ഈ ശരീരത്തെ പറ്റി 2 മണിക്കൂർ ക്ലാസ് എടുക്കും. ഇപ്പം ഞാൻ ഗോവിന്ദനെ വിളിച്ചു കഴിഞ്ഞാൽ നിഷി സർപ്രൈസ് ആവും, നിഷാജി സർപ്രൈസ് ആവും. എന്തുകൊണ്ടാണ്? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. 2 മണിക്കൂർ സംസാരിക്കും ഗോവിന്ദ്. കാര്യം ഞങ്ങള് രാവിലെ ഇത്തരം കാര്യങ്ങൾ 2 ആഴ്ച കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഇതിന്റെ ഭാവാർത്ഥം സിമി മാതാജി വായിച്ചോളൂ. ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഓരോ ജീവസത്തയും ഓരോ വ്യക്തിഗത ജീവാത്മാവാകയാൽ നിമിഷം തോറും ശരീരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കുട്ടിയായിട്ടും യുവാവായിട്ടും വൃദ്ധനായിട്ടും കാണപ്പെടുന്നു. എന്നാൽ ആത്മാവ് മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. ഈ ജീവാത്മാവ് മരണാന്തരം പുതിയൊരു ശരീരം എടുക്കുന്നു. അടുത്ത ജന്മത്തിൽ അതിന് തീർച്ചയായും ആത്മീയമോ ഭൗതികമോ ആയ മറ്റൊരു ശരീരം ഉണ്ടാകും. അങ്ങനെയിരിക്കെ അത്രയധികം ഉത്കണ്ഠ കൊള്ളുന്ന ഭീഷ്മ ദ്രോണാദികളുടെ മരണത്തെ ചൊല്ലി അർജുനൻ വിലപിക്കേണ്ടതില്ല. മറിച്ച് പഴകിപ്പോയ ശരീരങ്ങൾക്ക് പകരം പുതു ചൈതന്യം ഉൾക്കൊള്ളുന്നവയെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് അനുയോജ്യമായി വിവിധ സുഖഭോഗങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടതരുന്നു ഇത്തരം ദേഹാന്തര പ്രാപ്തികൾ. ഒന്നെങ്കിൽ ഭീഷ്മർക്കും ദ്രോണർക്കും അവർ
മഹാന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ആത്മീയമായ ശരീരം ലഭിക്കും. അല്ലെങ്കിൽ ഉപരിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിന് ഉതകുന്ന ശരീരമെങ്കിലും ലഭിക്കും. എങ്ങനെയായാലും ദുഃഖിക്കാനില്ല. ഓക്കെ, സ്മിതമാതാജി കണ്ടിന്യൂഷൻ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. സ്മിതമാതാജി. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ വീരൻ അഥവാ സമചിത്തതയുള്ള ആൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് ശരീര പരിണാമങ്ങളെ പറ്റി വ്യാമോഹം ഉണ്ടാവില്ല. ജീവാത്മനെ തുണ്ടുകളാക്കി വിഭജിക്കാൻ സാധ്യമല്ല എന്ന കാരണത്താൽ അതിനെക്കുറിച്ചുള്ള മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ല. ജീവവ്യക്തികളെ വിഭജിച്ചെടുക്കുന്നത് പരമാത്മാവിനെ തന്നെ പരിണാമം ആരോപിക്കലാവും. ഇത് പരമാത്മാവ് പരിണാമത്തിന് വിധേയമല്ലാത്തതാണെന്ന തത്വത്തിന് വിരുദ്ധമാകുന്നു. ഗീത പ്രഖ്യാപിക്കുന്നത് പോലെ പരമസത്തയുടെ അംശങ്ങൾ ശാശ്വതങ്ങളത്രേ. ഭൗതിക പ്രകൃതിയിലേക്ക് താഴാൻ പ്രവണതയുള്ളത് കൊണ്ട് അവയെ ക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ അംശങ്ങൾ എന്നെന്നും മുക്തിക്ക് ശേഷവും വ്യക്തിഭാവത്തോടെ തന്നെയായിരിക്കും. പരമദിവ്യോത്തമ പുരുഷനോടുകൂടി ജ്ഞാനവും ആനന്ദവും തികഞ്ഞ ശാശ്വത ജീവിതമായിരിക്കും. അതിനുശേഷം അവരുടേത്. എല്ലാ ശരീരത്തിനും കൂടികൊള്ളുന്ന പരമാത്മാവിനെ പ്രതിഫല സിദ്ധാന്തം വഴി വിവരിക്കാം. അദ്ദേഹം ജീവാത്മാവിൽ നിന്നും വ്യത്യസ്തനാണ്. വെള്ളത്തിൽ കാണുന്ന ആകാശത്തിന്റെ പ്രതിബിംബം സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുന്നു. നക്ഷത്രങ്ങൾ ജീവാത്മകളെ പോലെയാണ്. പരമാത്മയാണെങ്കിൽ സൂര്യനോടോ ചന്ദ്രനോടോ ഉപയോഗിക്കാം. ഇവിടെ ആശംസികമായ ജീവാത്മാവ് അർജുനൻ പ്രതിനിധീകരിക്കുന്നു. ആംശികമായ ജീവാത്മാവ് അർജുനനെ പ്രതിനിധീകരിക്കുന്നു. പരമാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാനും അവരെ ഒരേ നിലയിൽ ഗണിക്കാൻ പാടില്ല. ഇത് 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അർജുനനും കൃഷ്ണനും ഒരേ നിലയുള്ളതെങ്കിൽ, അഥവാ കൃഷ്ണൻ അർജുനനേക്കാൾ ഉത്കൃഷ്ടൻ അല്ലെങ്കിൽ അവരുടെ ഗുരു ശിഷ്യ ബന്ധത്തിന് യാതൊരു അർത്ഥവുമില്ല. ആ രണ്ടുപേരും മായാമോഹിതനായിരിക്കെ ഒരാൾ ഗുരുവും മറ്റൊരാൾ ശിഷ്യനുമാകേണ്ടതല്ലോ. മായാബദ്ധനായ ഒരാൾക്ക് ആധികാരികമായ ഉപദേഷ്ടവാനാകുന്ന അർഹതയില്ല. അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നിരർത്ഥങ്ങളുമാണ്. ഈ പരിതസ്ഥിതിയിൽ സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ മായാമോഹത്തിൽപ്പെട്ട ജീവാത്മാവായ അർജുനനേക്കാൾ സമുത്കൃഷ്ടനാണെന്നതിൽ സംശയത്തിനിടയില്ല. ഹരേ കൃഷ്ണ. ഇതില് ഒന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തം ഫെയിലാണെന്നുള്ള കാര്യം. ദ്വൈത സിദ്ധാന്തമാണ് എപ്പോഴും. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥതയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തതയുള്ള ആൾ എന്ന് പറയും. അങ്ങനെയുള്ള ഒരാൾക്ക് ശരീര പരിണാമങ്ങളെ പറ്റി വ്യാമോഹം ഉണ്ടെങ്കില്ല. ഇതിനകത്ത് വീണ്ടും പറയുന്നു, ഇതല്ല അർജുനനും കൃഷ്ണനും ഒരേ നിലയിലുള്ളതാണെങ്കിൽ, അഥവാ കൃഷ്ണൻ അർജുനനേക്കാൾ ഉത്കൃഷ്ടനല്ലെങ്കിൽ അവരുടെ ഗുരുശിഷ്യ ബന്ധത്തിൽ യാതൊരു അർത്ഥവുമില്ല. ആ രണ്ടുപേരും മായാമോഹിതരാണെന്നിരിക്കെ ഒരാൾ ഗുരുവും മറ്റൊരാൾ ശിഷ്യനുമാകേണ്ടതില്ലല്ലോ. അതായത് വ്യാമോഹിതരായി അല്ലെങ്കിൽ മായയിൽപ്പെടുന്ന ഒരാൾക്ക് ഗുരു ആകാനുള്ള യോഗ്യത ഇല്ലെന്ന് കൂടി ഇതിനകത്ത് അർത്ഥമാക്കുന്നു. വ്യാമോഹത്തിൽ പെടാത്ത ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ മായയിൽ നിന്ന് മുക്തി നേടിയ ഒരാൾക്ക് മാത്രമേ ഗുരു ആകാനുള്ള യോഗ്യതയുള്ളൂ എന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഒരു ഗുരുശിഷ്യ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. മറ്റേ ശ്ലോകം ഹോംവർക്കും ആക്കാം. ഓക്കെ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ, മാത്രാ സ്പർശാസ്തു കൗന്ദേയ, ശീതോഷ്ണാ സുഖ ദുഃഖത, ശീതോഷ്ണാ സുഖ ദുഃഖത, ആഗമാപായിനോ അനിത്യാം, ആഗമാപായിനോ അനിത്യ, താം സിദിക്ഷസ്വ ഭാരത, താം സ്തിതിക്ഷസ്വ ഭാരത, മാത്രാ സ്പർശാസ്തു കൗന്ദേയ, മാത്രാ സ്പർശാസ്തു കൗന്ദേയ, ശീതോഷ്ണാ സുഖ ദുഃഖത, ശീതോഷ്ണാ സുഖ ദുഃഖത, ആഗമാപായിനോ അനിത്യാം,
ആഗമാപായിനോ അനിത്യ താംസി ദിക്ഷസ്വ ഭാരത. ഇത് ബൈഹേർട്ട് ചെയ്യാനുള്ള ശ്ലോകമായിട്ട് എടുക്കണം, എല്ലാവരും കാണാതെ പഠിക്കണം. ഓക്കെ, ശബ്ദാർത്ഥം. പ്രഭു ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. എന്തോ ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് ബൈഹേർട്ട് ചെയ്യാനുള്ള ശ്ലോകമായിട്ട് എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നോട്ട് ചെയ്ത് വെക്കുക, എല്ലാവരും കാണാതെ പഠിക്കണം. കാര്യം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പം ഇത് നമുക്ക് ഓർമ്മിക്കണം, ഇതിന്റെ അർത്ഥങ്ങൾ ഓർമ്മിക്കണം. ശബ്ദാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് ജി. കൗന്ദയ, ഹേ കുന്തിപുത്ര, മാത്രാസ്പർശ തു ഇന്ദ്രിയ അവബോധങ്ങളാകട്ടെ ശീതോഷ്ണ സുഖദുഃഖത, ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയെ ഉണ്ടാക്കുന്നവയും ആഗമാപായിനക വന്നും പോയും ഇരിക്കുന്നവയും അനിത്യ അനിത്യങ്ങളും താൽക്കാലികങ്ങളും ആകുന്നു. ഭാരത, അല്ലയോ ഭാരത, അർജുന, താൻ അവയെ തിദിക്ഷസ, നീ സഹിക്കണം, നീ സഹിക്കണം. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദക്ക് ജി. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും വിഗതികൾ പോലെ അത്രേ. ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായിനോ അനിത്വാം താംസി ദിക്ഷസ്വ ഭാരത. സുധീർ പ്രഭു, ഹരേ കൃഷ്ണ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ അനിത്യാസ്താം തിദിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താം തിദിക്ഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഉണ്ടായിരുന്നു അവിടെ അല്ലേ? ഹരേ കൃഷ്ണ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ നിത്യാസ്താം തിദിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണോ സുഖ ദുഃഖദാ ആഗമാപായിനോ നിത്യാസ് സംതിദിക്ഷസ്വ ഭാരത. ആഗമാപായിനോ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അനിത്യ, ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആഗമാപായിനോ നിത്യ. ഓക്കെ, ഹരേ കൃഷ്ണ. സുധീഷ് ജി. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണോ സുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമോപായിനോ അനിത്യാസ് താം തിദിക്ഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. സുമാജി. ഞാനല്ലേ പ്രഭു? അതെ. ഓക്കെ, സോറി. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ താം തിദിക്ഷസ്വ ഭാരത. ഇവിടെ ഹരികൃഷ്ണ നിത്യാഹ ഇല്ല കേട്ടോ. നിത്യ ഹ ഇല്ല, അവിടെ വിസർഗം ഇട്ടിട്ടുണ്ട്. അതെ, അത് വിസർഗം ആഗമാപായിനോ കഴിഞ്ഞിട്ടാണ്. ആഗമാപായിനോ അനിത്യ. ആഗമാപായിനോ കഴിഞ്ഞിട്ട് നിത്യ എന്ന് പറഞ്ഞിട്ട് വിസർഗം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടോ? ആ, ഇവിടെ ഉണ്ട്. അത് മലയാളം ബുക്കിലുണ്ട്, പക്ഷെ മറ്റേ ബുക്കിലില്ല. ഓക്കെ, ഇംഗ്ലീഷ് ബുക്കിൽ ഇല്ലെങ്കിൽ അതാണ് ശരി. ഇംഗ്ലീഷ് ബുക്കിലില്ല, എന്നാ അതാണ് ശരി. എന്റെ ഇരിക്കുന്ന മലയാളത്തിലും ഇല്ല.
അതെ, അപ്പം ഇംഗ്ലീഷ് ബുക്ക് മലയാളം പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. ആഗമ പായിനോ അനിത്യ. ചൊല്ലോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലെ പ്രഭു? അങ്ങനെ അർത്ഥം വ്യത്യാസം ഉണ്ടാവില്ലല്ലോ അല്ലെ? അർത്ഥം വ്യത്യാസം ഉണ്ടാവില്ല, പിന്നെ ഇല്ലാത്തത് വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹരേ കൃഷ്ണ. എല്ലാ ബുക്കിലുണ്ടല്ലോ, അപ്പൊ ബുക്കിലുള്ള കാരണം നമ്മൾ അങ്ങനെയാണ് ജസ്റ്റ് അത് കട്ട് ചെയ്ത് വെച്ചേരെ. പെട്ടെന്ന് അതങ്ങനെ വരിക. നോ ഇഷ്യൂ, നോ ഇഷ്യൂ, മാക്സിമം ശ്രദ്ധിക്കാം. നോ ഇഷ്യൂ. മീരാജി, ഹരേ കൃഷ്ണ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ നിത്യ താം തിതിക്ഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിഷാജി. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യാസ് താം തിതിക്ഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. വിദ്യാജി. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ നിത്യ താം തിതിക്ഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. 1 2 3 4 സ്റ്റാർട്ട്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യം താം തിതിക്ഷസ്വ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ. ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഒരു കാര്യം ഇപ്പൊ പ്രഭു ആ വായിക്കണേന്റെ പറഞ്ഞില്ലേ, ആക്ച്വലി എസ് ആണ് എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇംഗ്ലീഷിൽ എസ് ആണ് എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹ എന്ന രീതിയിലാണ് അവസാനിപ്പിക്കേണ്ടത്. പ്രൊനൗൺസിയേഷൻ ശരിക്കും മാതാജി വായിച്ചത് കറക്റ്റ് ആണ്, നമ്മളാണ് തെറ്റിച്ചിരിക്കുന്നത്. ആഗമാപായിനോ നിത്യാഹ എന്നാണ് പറയേണ്ടത്. എസ് വരുന്നവിടെ എല്ലാം ബ്രേക്ക് ചെയ്യുന്നത് എസ്സിലാണെന്നുണ്ടെങ്കിൽ അത് ഹ എന്നതിലാണ് വിസർഗം സാൻസ്ക്രിറ്റിൽ എൻഡ് ചെയ്യേണ്ടത്. ആഗമാപായിനോ കഴിഞ്ഞിട്ട് എന്താ വായിക്കേണ്ടത്? പ്രഭു കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗമാപായിനോ നിത്യാഹ. അതെ, അത് ചേർത്ത് വായിക്കൂ. ഇപ്പം വായിച്ചപ്പം സ്പ്ലിറ്റ് ആയി പോയി. ആഗമാപായിനോ നിത്യാഹ, ആഗമാപായിനോ നിത്യ. അപ്പം സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതെ പ്രഭു, അതല്ല, അതിപ്പോ ആഗമാപായിനോ പറഞ്ഞിട്ട് ഒരു എഫ് പോലൊരു ചിഹ്നം ഞങ്ങളുടെ ബുക്കിലുണ്ട്. യെസ്, ഉണ്ട്. അതെന്താ നമ്മള് എന്താ പഠിച്ചിരിക്കുന്നത് വെച്ചാൽ അത് നീട്ടി പറയണതാ. ആഗമാപായിനോ നിത്യ, അവിടെ ബ്രേക്ക് ഇല്ല. സോറി, ക്ഷമിക്കണം. ചേർത്ത് വായിക്കുമ്പോൾ സ്മിത മാതാജി പറഞ്ഞത് കറക്റ്റ് ആണ്. ചേർത്ത് വായിക്കുമ്പോൾ ആഗമാപായിനോ നിത്യ എന്ന് പറയും. പക്ഷേ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ശബ്ദാർത്ഥം നോക്കൂ. അനിത്യ, അനിത്യങ്ങളും താൽക്കാലികങ്ങളായ, താൽക്കാലികങ്ങളായ. ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മള് ആ വരണം ബ്രേക്ക് ചെയ്യുമ്പോൾ. ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വായിക്കുകയാണെങ്കിൽ ആ സൈലന്റ് ആണ്. ട്രാൻസ്ലേഷനിൽ കണ്ടോ അനിത്യാഹ? അത് കറക്റ്റ് ആണ്. അനിത്യാഹ, അത് കറക്റ്റ്, അത് പറഞ്ഞത് ശരി. എസ് എൻഡ് ചെയ്യുമ്പോ നമ്മള് ഹ എന്ന ഇതിലാണ് വായിക്കേണ്ടത്. അതെ, ഞാൻ പറഞ്ഞത് ഇത് രണ്ടും രണ്ടായിട്ട് മാറി. അതായത് സുമാജി ഉദ്ദേശിച്ച എസ്സും സ്മിതമാതാവി പറഞ്ഞ എസ്സും രണ്ടും രണ്ടാണ്. അതായത് അനിത്യാസ് എന്ന് പറഞ്ഞാൽ അക്ഷരം എസ്സില് അവസാനിക്കുന്നു എന്നുണ്ടെങ്കിലാണ് പറഞ്ഞത് ഹ എന്ന് പറഞ്ഞത്. പക്ഷെ സുമാജി പറഞ്ഞത് പറഞ്ഞാൽ മാതാജി പറഞ്ഞത് ലാസ്റ്റത്തെ എസ്സിനെ പറ്റിയിട്ടാണ് മാതാജി പറഞ്ഞത്. അതെ, അത് എച്ച് ആയിട്ടാണ് മാതാജിയുടെ ബുക്കിൽ കാണിക്കുന്ന വിസർഗം ഉണ്ട്. അതുകൊണ്ടാണ് മാതാജി അത് എച്ചിൽ എൻഡ് ചെയ്തെന്നാണ് മാതാജി പറഞ്ഞത്. അതെ, വിസർഗം എന്ന് ഉദ്ദേശിച്ചത് എൻഡില് രണ്ട് കുത്താണോ ഉദ്ദേശിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. ഹ ഉദ്ദേശിക്കാം. ഓക്കെ, ഞാൻ അതല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അതിനെ പറ്റി അല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ചിഹ്നത്തിന് എന്താ പേര് പറയുന്നത്? ആഗമാപായിനോയുടെയും നിത്യയ്ക്ക് ഇടയ്ക്കുള്ളത്. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്.
അതെന്താ പ്രഭു പറയണ? അത് ആന്ന് പ്രൊണൗൺസ് ചെയ്യണം അവിടെ. അത് ആ എന്ന പ്രൊണൗൺസിയേഷനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രണ്ട് കുത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഓക്കെ ഓക്കെ, ആ സിമ്പിൾ അല്ലേ? യെസ്, ഞാൻ ആ സിമ്പിളിനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ തീർന്നില്ലേ ഡൗട്ട്? പ്രഭു അത് സോറി കേട്ടോ, ഞാൻ ഇവിടെ ഇല്ലാച്ചിരുന്ന കട്ടായി പോയി. മറ്റേത് അനിത്യാഹ, ശരിയാണ് പറഞ്ഞത്, അനിത്യാഹ. കറക്റ്റ്. അല്ല, എഫിന് എന്നാണോ വായിക്കേണ്ടത്? ആന്നാണോ പറയേണ്ടത്? ആയാണ്. ഒരു അകാരം അവിടെ വരേണ്ടത് അല്ലേ? അവിടെ ഒരു അകാരമാണ് വരുന്നത്. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആകം താഴത്തെ ആ ഒരു ഡീറ്റെയിലിൽ കൊടുക്കുമ്പോൾ ആഗമ പായിനാഹ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആ വാക്കിന് വരുന്നുണ്ട് അല്ലേ? അപ്പൊ പായിനാഹ എന്നുള്ളത് ശരിക്കും യോജിക്കുമ്പോൾ ആയിട്ട് മാറണം, ആയിരം പകുതിയായിട്ട് മാറണേന്ന് തോന്നുന്നു. യെസ്, അപ്പൊ അത് അവിടെ ഷോർട്ടായിട്ട് മാറും, ആ സൈലന്റ് ആയിട്ട് മാറും. ഓക്കെ, ഇത്രയല്ലേ ഉള്ളു. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ടും രണ്ടാ സംസാരിച്ചത്. ഇപ്പം കറക്റ്റ് ആയില്ലേ? എനിക്ക് ആ ചിഹ്നത്തെ പറ്റി എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു. കാര്യം ചിഹ്നം എനിക്കിപ്പോഴും ചില സമയത്ത് ഓർമ്മ വരുന്നില്ല. ആ ചിഹ്നത്തെ കുറിച്ച് എന്താണ് പറയുന്നുള്ളത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, അല്ലാതെ ഇപ്പൊ ഓർമ്മ വരുന്നില്ല ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതിന് എന്താണെന്നുള്ളത്. അല്ല, അവിടെ ആ സൗണ്ട് വരുന്ന പറയണേ, ആ എഫിന്റെ അവിടെ സൗണ്ട് വരും അല്ലേ? അതെ അതെ അതെ. മറ്റേത് സുമാജി പറഞ്ഞ കറക്റ്റ് ആണ്. അനിത്യാഹ, അനിത്യാഹ വരുന്നുണ്ട്. കറക്റ്റ്. അതാണ് സ്മിത മാതാജി പറഞ്ഞത്. ലാസ്റ്റില് എസ്സിൽ അവസാനിക്കുമ്പോൾ, ഇംഗ്ലീഷാ പറഞ്ഞത്, ഇംഗ്ലീഷ് ശ്ലോകമാണ് പറഞ്ഞത്, എസ്സിൽ അവസാനിക്കുമ്പം അവിടെ ഹ എന്ന് വരും. അത് സുമാജി പറഞ്ഞത് ശരിയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ സ്മിത മാതാജി? 15th ശ്ലോകത്തില് ലാസ്റ്റ് പറയേണ്ടത് സോ അമൃതത്വായ എന്നാണോ പറയേണ്ടത്? അപ്പോ 15th അതെ അതെ അതെ, അമൃതത്വായ. അതെ, അമൃതത്വായ. ഓക്കെ. അപ്പോൾ മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായിനോ അനിത്യം സ്ഥാം സുദിക്ഷുസ്വ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെ എത്രേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. സുശിംബ്രു അതിന്റെ ഭാവാർത്ഥം വായിച്ചേ. ഭാവാർത്ഥം തന്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം. കൊടും തണുപ്പുള്ള മാഘമാസ ജാനുവരി ഫെബ്രുവരി പ്രാതഃ സ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം. വലിയ തണുപ്പുള്ള കാലമാണത്. എങ്കിലും മതപ്രമാണങ്ങളിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതഃ സ്നാനത്തിന് വിസമ്മതിക്കുന്നില്ല. വേനൽ ചൂട് ഏറ്റവും അസഹ്യമായ മെയ് ജൂൺ മാസങ്ങളിൽ കുടുംബിനികൾ അടുക്കളപ്പണി നടത്തുന്നു. കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന അസൗകര്യങ്ങളെ വകവയ്ക്കാതെ ഓരോരുത്തരും സ്വന്തം കടമ നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയരുടെ ധർമ്മമാണ്. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും തന്റെ നിയത കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. വിജ്ഞാന വേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുക തന്നെ വേണം. ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ മനുഷ്യന് മായാബന്ധങ്ങളിൽ നിന്നും മുക്തിയുള്ളൂ. അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് പേരുകളും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു. കൗന്ദേയ എന്ന പദം മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു. രണ്ടു വിധത്തിലും മഹനീയ പാരമ്പര്യമാണ് അദ്ദേഹത്തിൻ്റെത്. ആ മഹനീയ പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിനുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒത്തിരി പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് പ്രഭുപാദർ എത്ര കറക്റ്റായിട്ടാണ് നമ്മുടെ കുടുംബിനികളെ മാതാജിമാരെ പറ്റി പറഞ്ഞത്. അത് തന്നെയാണ് ഉദാഹരണം പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. നോക്കൂ, മെയ് ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ സാധാരണ പോലെ അടുക്കള പണി നടത്താറുണ്ട്, അടുക്കളയിൽ കയറാറുണ്ട്. അല്ലെ എനിക്ക് ചൂടാണ് അതുകൊണ്ട് എനിക്ക് കിച്ചണിൽ കയറാൻ പാടില്ലെന്ന് ഒരിക്കലും ഒരു സ്ത്രീകളും കുടുംബിനികള് ഒരിക്കലും തൻ്റെ പുരുഷന്മാരോടോ മക്കളോടോ ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും അവരുടെ കർത്തവ്യങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അവര് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അവര് കൃത്യമായി അവരുടെ ഡ്യൂട്ടി, ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എൻ്റെ കടപ്പാടാണ്, അല്ലെങ്കിൽ എൻ്റെ കടമയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കോൺഷ്യസോടുകൂടി യാതൊരു പരാതിയും കൂടാതെ യാതൊരു സങ്കടവും കൂടാതെ അതേ സമയത്ത് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. ഇല്ലേ? എത്ര സുന്ദരമായ ഉദാഹരണമാണ് പ്രഭുപാദർ ചെയ്തിരിക്കുന്നത്.
ശ്രീല പ്രഭുപാദ കീ ജയ്. ഇത്ര സുന്ദരമായിട്ടാണ്. അപ്പം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയും ഇതുപോലെയാണെന്നാണ് പറയുന്നത്. മഞ്ഞുകാലത്തിന്റെ വരവും പോക്കും പോലെയാണ്. ഈ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ശരീരം ഈ മെറ്റീരിയൽ ബോഡിയാണ്, ഭൗതികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഭൗതികവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് ഈ ശരീരത്തിന് അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവും. അതേസമയം ഇതിനകത്തിരിക്കുന്ന സോൾ, പരമാത്മാവിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഈ ശരീരത്തിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ ഈ ആത്മാവ് ഇവിടുന്ന് പോകും. ഇതേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗോവിന്ദൻ്റെ അടുത്ത് പറഞ്ഞ 2 മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്യും ബോഡിയെ കുറിച്ചെന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കിയിട്ടുണ്ട് അവര്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഭൗതികതയിൽ വരുമ്പം ഇത് മായാലോകമാണ്, 3 ഗുണങ്ങളിൽപ്പെട്ടതാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ദുഃഖാലയം അശാശ്വതം. ഇതിനെ തരണം ചെയ്യാനാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്. ആദ്യത്തെ ചിന്ത, നമ്മൾ ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല, നമ്മൾ ഈ ആത്മീയ ലോകത്തിൻ്റെതായിട്ടുള്ള ഭാഗമാണ്. അപ്പൊ അടുത്തൊരു ശ്ലോകം കൂടെ ഞാൻ ജസ്റ്റ് വായിക്കാം. യം ഹീന വ്യഥയന്ത്യതേ പുരുഷം പുരുഷർഷഭ സമ ദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അല്ലയോ നരോത്തമ, മനുഷ്യരിൽ മഹാത്മാവാണ് അർജുനൻ. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് ഇത്രയും സംസാരിച്ചത്. അല്ലയോ നരോത്തമ, അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഇത് വളരെ ഇത് ഭയങ്കര ചിന്തിക്കേണ്ട വിഷയമാണ്, വിശാലമായി ചിന്തിക്കേണ്ട വിഷയമാണ്. രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഇതില് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പരമാത്മാവിന്റെ ഭാഗമാണ്, നമ്മൾ ഭഗവാന്റെ അംശമാണ്. സൂര്യനും സൂര്യപ്രകാശവും തമ്മിലുള്ള ബന്ധം പോലെ നമ്മൾ ഭഗവാനും ഭഗവാന്റെ ഘടകവുമാണ്. നമ്മൾ വന്നിരിക്കുന്നത് പൂർവകർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾ ഈ ശരീരം എടുത്തു. പക്ഷേ നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ സ്ഥലം ആത്മീയ ലോകമാണ്, നമ്മൾ ഭൗതിക ലോകം. ഇത് ടെമ്പററി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദുബായിൽ നമ്മൾ സുഖസൗകര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മായയിൽ പെട്ടുപോകരുത്, ദുബായ് നമ്മുടെ രാജ്യമാണെന്നുള്ളത്. അല്ല, നമ്മുടെ യഥാർത്ഥ രാജ്യം, നമ്മുടെ മാതൃരാജ്യം ഇന്ത്യയാണ്. ഇവിടെ പരിമിതികളുണ്ട്. പക്ഷേ മായാലോകത്തിൽ പെട്ടിട്ട് നമ്മൾ അഹങ്കരിക്കും, ഇത് നമ്മുടെ രാജ്യമാണ് എന്നുള്ള. ഒരുപാട് പരിമിതികളുണ്ട്. ഇവിടുത്തെ നിയമങ്ങൾ, ആ നിയമങ്ങൾ പാലിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതല്ല ഇതെന്റെ രാജ്യമാണ്, അതുകൊണ്ട് ഞാൻ അവിടുത്തെ നിയമങ്ങളെ ഇവിടെയും പാലിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വ്യഥയാണ്, അത് അഹങ്കാരമായിട്ട് മാറും. അഹങ്കാരത്തിനുള്ള ഫലവും നമുക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഭൗതിക ലോകം. നമ്മൾ ജനിച്ചിരിക്കുന്ന ലോകം വളരെ ടെമ്പററിയാണ്. ചിലര് കുറച്ച് നാൾ കൂടുതൽ ജീവിക്കും, ചിലര് കുറച്ച് പീരീഡ് ജീവിക്കും, ഇതേപോലെയുള്ളു. അപ്പൊ ഇവിടെ പണക്കാര് 99 വർഷത്തെ ലോങ് ലൈഫിനുള്ള വിസ എടുക്കും. ചിലര് 5 വർഷമോ 6 വർഷമോ കഴിഞ്ഞിട്ട് പോകും, ചിലർ 30 വർഷം കഴിഞ്ഞിട്ട് പോകും. രണ്ടായി കഴിഞ്ഞാലും ഇത് ടെമ്പററിയാണ്. ഇതൊക്കെ ഫിസിക്കലി അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രത്തോളം അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാകുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ഈ എടുക്കുന്ന ആൾക്ക് പോലും അറിയത്തില്ല അവർക്ക് എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ നമ്മുടെ ചിന്ത, കോൺഷ്യസ് വേണ്ടത് നമ്മുടെ ആത്മീയ ലോകത്തിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്കോട്ട് പോകണം. So if you are actually anxious and serious to stop the repetition of birth and death, then we must take to Krishna consciousness, because without Krishna consciousness nobody can stop the repetition of birth and death. അതുകൊണ്ടാണ് ഭഗവാനെ മുകുന്ദൻ എന്ന് പറയുന്നത്, മുക്തിദായകൻ. ആ മുക്തി തന്നെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഈ ജന്മജരാവ്യാധികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും അവിടെയാണ് സന്തോഷം ബാക്കി നിന്നു കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഭൗതിക ജീവിതത്തിലെ ഏത് സന്തോഷത്തിലാണോ നിന്ന് അഹങ്കരിക്കുന്നത്
ആ സന്തോഷത്തിന് പൂർണ്ണമാകാതെ ആ സന്തോഷത്തിന്റെ കോൺഷ്യസോട് കൂടി നമ്മൾ ജീവൻ പോയി കഴിഞ്ഞാൽ വീണ്ടും അതേ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരു ജന്മം ജനിക്കേണ്ടി വരും. ആ സന്തോഷം കഴിയുമ്പോൾ ആ സന്തോഷത്തിന്റെ റിഫ്ലക്ഷൻ വീണ്ടും ഒരു ദുഃഖമായിരിക്കും വരുന്നത്. തണുപ്പുണ്ടെങ്കിൽ ചൂടുള്ളതെന്ന പോലെ, ചൂടുണ്ടെങ്കിൽ തണുപ്പുള്ളതെന്ന പോലെ സന്തോഷം എവിടെയുണ്ടോ അവിടെ തീർച്ചയായിട്ടും പ്രയാസങ്ങളും ഉണ്ടാകും. ഇന്ന് സുശീംപ്രമായിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ എവിടെ വൃത്തിയാക്കുന്നുവോ, എവിടെ വൃത്തിയായിട്ട് നമ്മൾ ശുദ്ധിയാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നുവോ തീർച്ചയായിട്ടും അതിന്റെ ചില അവശിഷ്ടങ്ങൾ എവിടെയൊക്കെ കൂട്ടിവെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ therefore Krishna advises in this verse that accept this little difficulty. നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിന് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകും. ചില രക്ഷിതാക്കൾ പറയുമോ, ചില രക്ഷിതാക്കൾ പറയുമോ കുഞ്ഞ് കരയും, കുഞ്ഞ് കരഞ്ഞ് പിന്നെ പനി ഉണ്ടാവും, അതുകൊണ്ട് ഈ വാക്സിൻ എടുക്കാൻ പോകേണ്ട എന്ന് പറയുമോ? പറയത്തില്ല. പറയുമോ? പറയത്തില്ലേ? എന്താണ് പേരൻസ് ഏത് സ്റ്റെപ്പായിരിക്കും എടുക്കുന്നത്? എന്തോ വാക്സിൻ എടുത്തൊക്കെ അറിയുന്നൊന്നും പോവാണ്ടിരിക്കില്ല. വാക്സിൻ കുട്ടിയെ സംബന്ധിച്ചൊരു സേഫ് ആണല്ലോ. ഓക്കെ, ശരി. ഓക്കെ, എത്ര പേര് ഇതിനകത്ത് യോജിക്കുന്നുണ്ട്? എല്ലാരും യോജിക്കുന്നു. അപ്പൊ കുട്ടിക്ക് വേദനിക്കുന്നുള്ളത് നമുക്കറിയാം. ആ വേദനയെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അത് നിലവിളിക്കും, കരയും. ആ കരയുമ്പോൾ നമ്മൾ കൊണ്ടു നടക്കും, പാവോ രാരോ കരയല്ലേ എന്നൊക്കെ പറഞ്ഞു നടക്കും. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രൂരമായിട്ടാണ് ആ കുട്ടിയോട് പെരുമാറിയത്. പക്ഷെ നമ്മൾ സന്തോഷിക്കുകയാണ്, എന്റെ കുഞ്ഞിന് ഞാനൊരു ലൈഫ് ഗ്യാരണ്ടി കൊടുത്തല്ലോ എന്നുള്ളത്. ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ 2 വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, കൊണ്ടുപോയിട്ട് 2 കാലം പാവം കരയുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും, ഇല്ലേ? ചിലപ്പോൾ 2 ദിവസത്തേക്ക് ക്ഷീണിച്ചിരിക്കും. ശരിയല്ലേ? കരഞ്ഞ് ക്ഷീണിക്കും, നമുക്ക് സങ്കടം വരും. എങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം വരും, കൊടുത്തല്ലോ. പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാതുകുത്തുമ്പം അത് പൊട്ടിക്കരയും. പക്ഷെ നമ്മൾ കരയും, അതിന് വേദനയെടുക്കും, നല്ലതുപോലെ വേദനയെടുക്കും. ഈ വാക്സിൻ എടുക്കുന്നതിനേക്കാൾ വേദനയെടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കുട്ടിക്ക് കാതുകുത്താൻ പോകുന്നത്. പക്ഷേ നമുക്കതൊരു സന്തോഷമാണ്, നാളെ കമ്മലിടാൻ പറ്റുന്നല്ലോ, ഇതൊരു പെൺകുട്ടിയാണ്, അല്ലേ? ശരിയല്ലേ? അതിനുശേഷം നാളുകൾ കഴിഞ്ഞിട്ട് അത് വളർന്നു വരുമ്പം അതും സന്തോഷിക്കും, എന്റെ കാതില് സുന്ദരമായ കമ്മലുകൾ ഇടാൻ പറ്റുന്നുണ്ടല്ലോ. കാര്യം കാത് കുത്തിയത് കൊണ്ട്, കാതിന് ഹോളുണ്ട്. ഏത് രീതിയിലുള്ള ഫാഷനും നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ therefore Krishna advises in this verse that accept this little difficulty. എന്ത് ഡിഫിക്കൽട്ടി? ഈ സ്പിരിച്വൽ പാത്തിലൂടെ പോകാൻ ചില പ്രയാസങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാം. കാര്യം നമ്മള് ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുന്നത് കുറച്ച് നമുക്ക് മെനക്കെടണം, നമ്മൾ അറിയാൻ ശ്രമിക്കണം, ഭഗവാനെ സേവ ചെയ്യണം. ഇതൊക്കെ ഭൗതിക ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് ഭഗവാനെ സേവ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ജന്മങ്ങൾ വളരെ സുന്ദരമായിരിക്കും, നമ്മുടെ അടുത്ത തലമുറയും സുന്ദരമായിരിക്കും. Therefore Krishna advises in this verse that accept this little difficulty. Actually there is no difficulty, but because we are practiced in this beginning, we find little difficulty. Therefore here Krishna says ലാസ്റ്റ് ശ്ലോകം പറഞ്ഞു നിർത്തുകയാണ്. ഇവിടെ ഒരു ആൾക്ക് ജലദോഷം, ഒരു പനി വന്നു കഴിഞ്ഞാൽ തനതായ ഒരു രുചി നാക്കിന് നഷ്ടപ്പെടും, ഇല്ലേ? ശരിയല്ലേ? ഈ രുചി നഷ്ടപ്പെടുമ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്കറിയാം പനി പിടിച്ചുപോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ മരുന്ന് തേടി ഡോക്ടറിനെ കാണാൻ പോകും, മരുന്ന് കഴിക്കും. ഡോക്ടർ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും നമ്മൾ സ്വീകരിച്ചിട്ട് ആ മരുന്ന് കഴിക്കുമ്പോഴത്തേന് പനി മാറും, നമുക്ക് ആ രുചി തിരിച്ചു കിട്ടും. ഇതുപോലെയാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ വാസം. നമ്മള് ആത്മീയധാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വീണ്ടും ആത്മീയധാമത്തിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ, കാര്യം നമ്മൾ ഡിസീസ്ഡ് പേഴ്സൺസ് ആണ്,
നമ്മൾ മായയിൽപ്പെട്ട് നമ്മൾ അസൂയാലുക്കളായി നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജന്മം വരുമ്പോൾ അതിന് തന്നെ ഇത്തിരി ശ്രേഷ്ഠമായ രീതിയിൽ, അതായത് നല്ലൊരു ഡോക്ടറെ കിട്ടുന്ന രീതിയിൽ, നമുക്കൊരു ഫാമിലി ഡോക്ടറിനെ കിട്ടുന്ന രീതിയിൽ നമുക്കൊരു മനുഷ്യന്റെ അവരുടെ അവസ്ഥ തരികയും നമുക്ക് ഡോക്ടർ ഒരു നല്ലൊരു ഫിസിഷ്യനെ നമുക്ക് അടുത്ത് കിട്ടുകയും ചെയ്തു. ഈ ഫിസിഷ്യൻ ഏതാ? ഭഗവത്ഗീതയാണ്. ഈ ഫിസിഷ്യൻ ഏതാ? ഭാഗവതമാണ്. ഈ ഫിസിഷ്യൻ, ഈ മരുന്ന് ഏതാ? ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. അപ്പം ഇത് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ അരുചി മാറിപ്പോവുകയും വീണ്ടും നമുക്ക് രുചികരമായി, അതായത് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള വാതിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു വരും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വീണ്ടും പറയുന്നു, ശ്രീമദ് മഹാഭാഗവത്തില് 7ാമത്തെ സ്കന്ധത്തില് 6ാമത്തെ ചാപ്റ്ററില് 1ാമത്തെ ശ്ലോകം പറയുകയാണ്. എഴുതി വെച്ചോളൂ, SB സ്പേസ് 7.6.1. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭഗവതേഹ ദുർലഭ മാനുഷം ജന്മ തത് അഭി അധ്രുവം അർദ്ധതം. കൗമാരാചര പ്രാജ്ഞോ ധർമാൻ ഭഗവതാനിഹ ദുർലഭം മാനുഷം ജന്മം തത് അഭി അധ്രുവം അർദ്ധതം. നമ്മള് എന്താ പറയുന്നത്? മാനുഷം ജന്മം, ദുർലഭം മാനുഷം ജന്മം. 7ാമത്തെ ചാപ്റ്ററിൽ ശ്ലോകം പറയുന്നുണ്ട്, മനുഷ്യാണാം സഹസ്രേഷു. എടുത്തു വെച്ചുള്ളൂ സ്മിത മാതാജി. ഓൺ ഹൂ ഈസ് ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഇട്ടു ശ്ലോകം. മാതാജി എന്റെ ട്രാൻസ്ലേഷൻ കൊണ്ടൊന്ന് വായിച്ചോളൂ. Translation by Srila Prabhupada, Jai Srila Prabhupada. Prahlad Maharaj said, one who is sufficiently intelligent should use the human form of body from the very beginning of life, in other words, from tender age of childhood, to practice the activities of devotional service, giving up all other engagements. The human body is most rarely achieved, and although temporary like other bodies, it is meaningful because in human life one can perform devotional service. Even a slight amount of sincere devotional service can give one complete perfection. So ഇത് നോക്കൂ, even a slight amount of sincere devotional service can give one complete perfection. Human society should take advantage of this instruction. വീണ്ടും പറയുകയാണ്, നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി, നമ്മുടെ മനുഷ്യ ലോകം ഈ ഒരു അഡ്വാൻറ്റേജ് എടുക്കണം, നിരുപാധികമായിട്ട് എടുക്കണം. ചെറിയ അത് 2ാമത്തെ ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്, നമ്മൾ വായിച്ചോ, നേഹ അഭിക്രമനാശോസ്തി. ഈ സ്പിരിച്വൽ പാത്തില് ഒരു ചെറിയ ഒരു അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടി നമ്മൾ രക്ഷപ്പെടും. എല്ലാവരും പെർഫെക്ഷൻ ഒന്നുമല്ല, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ സ്പിരിച്വൽ പാത്തില് നമുക്ക് എങ്ങനെ സേവ ചെയ്യാം, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെറിയൊരു എഫർട്ട് എടുത്താൽ കഴിഞ്ഞാൽ മാത്രം മതി, ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ വീണ്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ആ ഒരു ശ്ലോകം കൂടെ പറഞ്ഞ് നമ്മൾ ഇവിടെ നിർത്തും. സോ വാസുദേവ ഭഗവതി ഭക്തി യോഗ പ്രബോധാഹ ജന്യാസ്തി അസു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. സ്മിത മാതാജി 1:2-7. വാസുദേവ ഭഗവതി ഭക്തിയോ പ്രയോജിതഃ ജ്ഞാനസ്യാദിയസ്സു വൈരാഗ്യ ജ്ഞാനം ച യത് അഹൈതുകം. കിട്ടിയോ? യെസ്, കിട്ടി. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടെ ഒന്ന് വായിച്ചു. Translation by Srila Prabhupada, Jai Srila Prabhupada. By rendering devotional service unto the personality of Godhead Sri Krishna, one immediately acquires costless knowledge and detachment from the world. ഹരേ കൃഷ്ണ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ
By rendering devotional service unto the personality of Godhead, Sri Krishna, one immediately acquires causeless knowledge. അപ്പൊ നമ്മൾ ഭഗവാനെ ശരണാഗതി പ്രാപിക്കുന്നു. അപ്പൊ നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ജ്ഞാനം അറിയാതെ തന്നെ ഉണ്ടാകുന്നു. അറിയാതെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നമ്മൾ തരണം ചെയ്യാനോ അത് ഫേസ് ചെയ്യാനോ ഉള്ള ഒരു ശക്തി നമുക്കുണ്ടാകും. ആ ശക്തി ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്തു പോകുമ്പോൾ നമുക്ക് നല്ലൊരു സക്സസ് ലൈഫ് തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു സ്റ്റേജ് വരുന്നത് നമ്മൾ ഈ പ്രയാസങ്ങള് എടുക്കുമ്പം നമ്മൾ വായിച്ച ശ്ലോകം ഏതാണ്? മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായിനോ അനിത്യം സ്ഥാം സിദിക്ഷ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെ അത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് ഉണ്ടാകുന്നു ഹേ ഭാരത. അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഓവർകം ചെയ്യാനുള്ള ബുദ്ധി വിശേഷം നമുക്ക് ചെയ്തു തരും. അല്ലാതെ അതിനകത്ത് അനുഭവിച്ചങ്ങ് അരിഞ്ഞ് ഇല്ലാതായി പോകുന്നല്ല ഭഗവാൻ പറഞ്ഞത്. അതിനെ തരണം ചെയ്യാനും അതിനെ ജയിക്കാനുമുള്ള ബുദ്ധിവിശേഷം തെല്ലും. ഒരു സ്പോർട്സ് മാനെ പോലെ എനിക്ക് അത്ലറ്റിക്കിൽ 1ാം റാങ്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവന്റെ 1ാമത്തെ ഓട്ടത്തിലോ 2ാമത്തെ ഓട്ടത്തിലോ അറ്റംപ്റ്റിലോ അവൻ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത്. അവനെ ആരും ശ്രദ്ധിക്കത്തില്ല. ഏറ്റവും ഫസ്റ്റ് ഉള്ളവനെ കൈയടിച്ച് വിടും. 2ാമത്തെ ഏറ്റവും ലാസ്റ്റ് വരുന്നവനെ ആരും ഇതില്ല, അവൻ പതുക്കെ അങ്ങ് പോകും. പക്ഷേ അവൻ അവിടുന്ന് അവന്റെ വിജയം തുടങ്ങുന്നതായിരിക്കും നിൽക്കുന്നത്. അവൻ വീണ്ടും അറ്റൻഡ് ചെയ്യും, എക്സർസൈസ് ചെയ്യും, അവൻ ഓടും, അവൻ വീണ്ടും പരിശീലനം നേടി ഓരോ അറ്റംപ്റ്റ് ചെയ്യും. അവൻ ഒരുപക്ഷെ അടുത്തത് ചിലപ്പോൾ 4ാം സ്ഥാനമായിരിക്കാം വരുന്നത്. അവൻ നിരാശനാവുന്നില്ല, പക്ഷെ അവനെ ആരും നോക്കുന്നില്ല. അവൻ വീണ്ടും അറ്റൻഡ് ചെയ്യും, അറ്റൻഡ് ചെയ്ത് അവൻ 1ാം സ്ഥാനത്ത് അവൻ. പരാജയം, വിഷമം, പ്രയാസം ഒന്നും അവനെ ഏറ്റില്ല. അവൻ വീണ്ടും തരണം ചെയ്തു. അവൻ അതിനുള്ള ബുദ്ധിവിശേഷം കിട്ടി. അവൻ വീണ്ടും ആ അത്ലറ്റിക്കിൽ, ആ സ്പോർട്സിൽ അവൻ 1ാം റാങ്കോടുകൂടി അവൻ ഓടി നിർത്തും. ആ റിബൺ അവൻ ആദ്യം ചെന്ന് ബ്രേക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. നമ്മൾ ഭഗവാനെ സമീപിക്കുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസത്തിൽ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മൾ ഭഗവാനെ വീണ്ടും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കും തോറും നമ്മൾ ഈ കാണുന്ന 1 മണിക്കൂർ സത്സംഗം നമ്മൾ ഭഗവാനെ കുറിച്ച് നമ്മൾ അന്യോന്യം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്. ആരും പരിപൂർണരല്ല. ഞാനും പരിപൂർണമായിട്ട് മെറ്റീരിയലിൽ സന്തോഷവാനല്ല. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം അത് തന്നെയാണ്. പക്ഷേ ഈ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ നമുക്ക് പറ്റും. നമുക്ക് മനസ്സിനൊരു ശാന്തി കിട്ടും. ഭഗവാൻ ഉണ്ട് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങൾക്കുമായി. അത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദയ ജഗത് വിപരിവർത്തതേ. ഈ ഭഗവാനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണ അവിടുന്നേ തുണ, അവിടുന്നേ രക്ഷ, അവിടുന്ന് എല്ലാം നമുക്ക് ചെയ്തു തരും. ഹരേ കൃഷ്ണ. വാദപ്രതിവാദങ്ങൾ. ഹരേ കൃഷ്ണ. സ്മിതമാത എന്ത് മെസ്സേജ് കൊടുക്കുന്നു? ഹരേ കൃഷ്ണ. പറയാം, ഞാൻ ഇത്തിരി ലേറ്റാക്കി. ഹരേ കൃഷ്ണ. 8:40 കഴിഞ്ഞ തവണ വിദ്യമാതാജി പറഞ്ഞു തോന്നുന്നത് 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ അർജുനന്റെ സംശയങ്ങൾ, അർജുനൻ ഭഗവാൻ എങ്ങനെ സ്വയം സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഇനിയുള്ള 10 ശ്ലോകങ്ങള് 11 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങള് ആത്മാവ് ശാശ്വതമാണ് എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, അത്രയും പറയുന്നു. ഹരേ കൃഷ്ണ. വേറെ അതിനെപ്പറ്റി ഒന്നും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആരെങ്കിലും സ്പീച്ച് ചെയ്തതോ പ്രീച്ച് ചെയ്തതോ എല്ലാം ആദ്യം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാനൊക്കെ ആണെങ്കിലും എല്ലാം ഉറപ്പന്മാരാണ്, ഒന്നും കേൾക്കുന്നില്ല. വായി തോന്നുന്ന ആ സമയത്ത് പറയുന്നുള്ളതല്ലാതെ. ഹരേ കൃഷ്ണ. ഞാൻ അതിന്റെ സമ്മറി വേണമെങ്കിൽ പറയാം പ്രഭു. 1 മുതൽ 10ഉം 11 മുതൽ 19 വരെയുള്ളത്. അർജുനന്റെ വിലാപം കണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അപകർഷബോധത്തിന് വഴങ്ങാതെ ധൈര്യത്തോടെ പ്രവർത്തിക്കാനാണ്. ആശയക്കുഴപ്പവും വിവേചനവും നിറഞ്ഞ അവസാനത്തെ ചില വാദങ്ങൾ നൽകിയ ശേഷം അർജുനൻ ശ്രീകൃഷ്ണൻ തന്റെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച് പ്രബോധനം അഭ്യർത്ഥിക്കുന്നു. അതാണ് 1 മുതൽ 10 വരെയുള്ള ശ്ലോകത്തിന്റെ സമ്മറി. ആൻഡ് 11 മുതൽ 19 വരെയുള്ളതിന്റെ സമ്മറി, ശരീരം താൽക്കാലികവും ആത്മാവ് ശാശ്വതവുമാണെന്ന് കൃഷ്ണന്റെ ആദ്യ നിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്നു. അതിനാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സന്തോഷവും ദുരിതവും അർജുനൻ സഹിക്കണം. കാരണം
അവ താൽക്കാലികവും ശരീരവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മാവ് ജീവിക്കുന്നു, കൊല്ലാൻ കഴിയില്ല. അതിനാൽ അവൻ തന്റെ കടമയുമായി മുന്നോട്ട് പോകാം. ഇതാണ് 11 മുതൽ 19 വരെയുള്ള ശ്ലോകത്തിന്റെ സമ്മറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. അതായത് ഈ ഇൻഫർമേഷൻ ആളുകൾക്ക് കിട്ടിയെങ്കിൽ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ഭ്രാന്തമായ ഫ്രസ്ട്രേഷൻ ആളുകൾക്ക് ഒഴിവാക്കാമായിരുന്നു. അവർ വിചാരിക്കുന്നത് ഈ ജീവിതമേ ഉള്ളൂ. അവർക്ക് ആ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലോട്ട് മാറാൻ തന്നെ ഇഷ്ടമല്ല. യൗവനത്തിൽ നിൽക്കുന്നവർ പോലും പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കൗമാരത്തിലോട്ട് മാറാൻ നോക്കും. അതാണ് അവിടെ നടക്കുന്നത്. അത്രയ്ക്ക് ഭ്രാന്തന്മാരായ ആളുകളാണ് അവർ. ഈസ്റ്റിൽ ആ പ്രശ്നമില്ല. ഈസ്റ്റിൽ ഈ ഇൻഫർമേഷൻ നേരത്തെ ഉണ്ട്, വളരെ ഡീപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലൂടെ പോകുന്നവരും ഏറ്റവും കൂടുതൽ സന്തോഷമായി ജീവിക്കുന്നതും ഈസ്റ്റിലുള്ളവരാണ്. ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഭ്രാന്തന്മാർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അമ്മമാർക്ക് യാതൊരു വിവരമില്ലാത്തവന്മാരാണ്. അതായത് 23 വയസ്സുള്ള ഒരുത്തൻ ചെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് 18 വയസ്സാവാൻ നോക്കുന്നവന്മാരാണ്. ഈ ജീവിതത്തിന്റെ 4 അവസ്ഥകളും അതിൻ്റെതായ സന്തോഷമുണ്ട് ഓരോ അവസ്ഥയ്ക്ക്. വാർദ്ധക്യത്തിന് ഉൾപ്പെടെ വാർദ്ധക്യത്തിന്റെ സന്തോഷമാണ് ഏറ്റവും സെറ്റിൽഡ് പൊസിഷൻ. അത് കഴിയാതെ ഒരാൾ മരിച്ചുപോയാൽ അയാൾ ഈ 4 വ്യവസ്ഥകളും 4 ജീവിതം അറിയുന്നില്ല. ഏറ്റവും മണ്ടത്തരവും ഒക്കെയുള്ള കൗമാരം, യൗവനം, ഇതൊക്കെ മണ്ടത്തരമാണെന്ന് മനസ്സിലാവുന്ന വാർദ്ധക്യത്തിൽ ചെല്ലുമ്പോഴാണ്. നമ്മളുടെ ഹോർമോൺ ലെവൽ മാറുമ്പം അതില്ലാതാവും. ഈ നമ്മൾ വിചാരിക്കും അതില്ലാതായി പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാതായി പോയാൽ നമ്മളങ്ങ് ഇതായി പോകും, നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ്. അതുകൊണ്ട് അതിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്കരുത് ഒരിക്കലും. യുവാവിന്റെ സമയത്ത് അവൻ യുവാവിന്റെ മണ്ടത്തരങ്ങളെല്ലാം കാണിച്ചു വയ്ക്കും. കൗമാരത്തിന്റെ അത് കാണിക്കും. വാർദ്ധക്യത്തിൽ വരുമ്പോൾ മാത്രമേ അവൻ നോർമൽ ആവുന്നുള്ളൂ. അവൻ ഈ ഹോർമോണിന്റെ തള്ളലുകളെല്ലാം മാറി അവൻ നോർമൽ ആവുന്നത് വാർദ്ധക്യത്തിലാണ്. വാർദ്ധക്യമാണ് ഏറ്റവും സന്തോഷകരമായി ജീവിക്കേണ്ട അവസ്ഥ. അത് വാർദ്ധക്യ സന്തോഷമല്ലാതാവുന്നത് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. ഇത് കഴിഞ്ഞ് വേറൊരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. വാർദ്ധക്യമാണ് ഏറ്റവും മനോഹരം. ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. സുധീഷ് ജി, ഹരേ കൃഷ്ണ. പ്രഭു, സത്യം പറഞ്ഞാൽ നമ്മൾ ഭഗവത്ഗീത നമ്മൾ തുടക്കം തൊട്ടേ ഇന്ന് വരെ വെയിറ്റ് ചെയ്യുന്നത്, ഇതിനകത്തുള്ള ചില വാക്കുകൾ നമുക്ക് ശരിക്കും ലൈഫിനെ ചേഞ്ച് ചെയ്യാം എന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് കിട്ടും. അതിലൊന്നാണ് ഇന്ന് കിട്ടിയത്. അതായത് നമ്മൾ മോക്ഷപ്രാപ്തിക്ക് നമ്മൾ സെയിൻ്റ് ആവണമെന്നോ അല്ലെങ്കിൽ നമ്മളൊരു സന്യാസിയായ ജീവിതം എന്ന് പറയുന്നൊക്കെ ഒരു തലത്തിലൊന്നും അല്ലാതെ തന്നെ ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ നിൽക്കുന്ന ഒരു ലെവൽ, അവിടെ ഗുരു ശിഷ്യ ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒരു ഉന്നത നില നിൽക്കുന്ന ആൾക്ക് താഴെയുള്ള ആൾക്ക് ശിഷ്യനാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു കാര്യം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പാരൻസിനും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിന് വരുന്നത്. നമ്മുടെ ഒരു തലത്തിൻ്റെ ഡിഫറൻസ്. നമ്മൾ ശരിയെന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ശരിയെന്ന് തോന്നത്തില്ല. അപ്പം ഇതെല്ലാം ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ വളരെ വളരെ സത്യമായ കാര്യം പറഞ്ഞു. രണ്ടാമത്തത്, ഈ സുഖദുഃഖങ്ങളിലും നമ്മൾ സംയമനത്തോടെ നിൽക്കുക എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിത് വളരെ മുമ്പേ നമ്മുടെ ഉണ്ണിയുടെ അമൂലിൻ്റെ സ്കൂളിൻ്റെ ഒരു സ്പോർട്സിൻ്റെ ചടങ്ങിൽ പോയപ്പോഴത്തേക്ക് അവിടെ പ്രസംഗിക്കാൻ വന്നൊരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്പോർട്സിൻ്റെ ലക്ഷ്യം തന്നെ നമ്മൾ വിജയത്തിൽ ഓവറായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കും, ദുഃഖത്തിൽ തകർന്നു പോകാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഗീതയിലും പറയുന്നത്. അപ്പം ഇത് ഇന്നത്തെ ഒരു ശരിക്കും പറഞ്ഞ ഡയമണ്ടാണ് ഈ ഒരു ശ്ലോകം. അത്രേ ഉള്ളൂ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുമാജി എന്ത് പറയും? മ്യൂട്ടാണ്. അല്ല, കൗണ്ട് ഡൗൺ ആയില്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. ഹരേ കൃഷ്ണ. മീരാജി, ഹരേ കൃഷ്ണ. സ്നിഗ്ധ അറിയുന്നുണ്ടോ? ഇല്ല. അവിടെ മാനേജ് ചെയ്യണ്ട, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. മീരാജി? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, എന്താ തോന്നിയത് വായിച്ചിട്ട്?
നമുക്ക് എന്ത് അല്ല തോന്നിയത് തോന്നുന്നു? ഇപ്പം ഇതന്നെ, നമുക്ക് എല്ലാ സുഖദുഃഖങ്ങൾ കൂടെ ഈക്വൽ ആയിട്ട് പോണം എന്ന് പറഞ്ഞത് എപ്പോഴും കേട്ടറിവ് തന്നെയാണ്. പക്ഷെ പ്രാക്ടിക്കലാക്കാൻ എപ്പോഴും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇപ്പം അങ്ങനെ ദുഃഖം വരുമ്പോ സർവൈവ് ചെയ്യാ, ഇതൊന്നും ഈ കഷ്ടമൊന്നും മനസ്സിലുണ്ടാവില്ല, പറ്റുന്നില്ല ചില സമയത്ത്. എന്നാലും പണ്ടത്തെക്കാട്ടിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അത് പറയാം. തീർച്ചയായും അതാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ഒരുപക്ഷെ ഉപേക്ഷിക്കാൻ പെട്ടെന്നൊന്നും പറ്റത്തില്ല. പക്ഷേ അത് മാത്രമല്ല പ്രഭു, ഒരു കാര്യം ഈ പറഞ്ഞ പോലെ നാമജപത്തോണ്ടൊരു ശക്തി ഉണ്ട് മനസ്സിന് കേട്ടാ, അത് ഇല്ലാതെ പറയാണ്ടിരിക്കാൻ. ഒരു മനസ്സിനൊരു പക്വത വരും അല്ലേ? എല്ലാം നമുക്ക് എടുത്തു കളയാനൊന്നും പറ്റത്തില്ല. പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ വളരെ തത്വചിന്തകനായിട്ടൊന്നും പെരുമാറാനൊന്നും പറ്റത്തില്ലായിരിക്കാം. പക്ഷെ നമുക്കൊരു മനസ്സിനൊരു പക്വത വരും അല്ലേ? അതെ അതെ അതെ, അതുണ്ട്. അതാണ്. സുധീഷ് പ്രഭു, സുധീഷ് ജിയാണോ? പിന്നെ ബാറ്ററി ഡൗൺ ആവുന്നുണ്ട്. ഹരേ കൃഷ്ണ, സോറി. ഓക്കെ, പിന്നെ സുധീർ പ്രഭു പറഞ്ഞോളൂ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, പെട്ടെന്നായിരിക്കും ഞാൻ ഓർമ്മ വരുന്നത്. ഹരേ കൃഷ്ണ, സുധീർ പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു, നമ്മളിപ്പോ എടുക്കുന്ന ശ്ലോകങ്ങൾ ഇപ്പോഴത്തെ കാലിക സംഭവങ്ങളായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ളതാണ്. എല്ലാ സ്ഥലത്തും ഇതുള്ള സുഖവും ദുഃഖമൊക്കെ ഉള്ളതാണ്. ഇപ്പൊ കൂടുതൽ ദുഃഖങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് എനർജി കിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ളത്. ആ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. നമ്മുടെ ശ്ലോകങ്ങളെല്ലാം ഇപ്പൊ കടന്നു പോകുന്ന അങ്ങനത്തെ ജീവിതത്തിന്റെ ഒരു ബോഡിയും അല്ലെങ്കിൽ അസുഖങ്ങളും എല്ലാം നമുക്ക് ദുഃഖങ്ങളുള്ളതാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ കുറച്ച് മനസ്സിന് സ്ട്രെങ്ത് കിട്ടും അതിന് കവർ ചെയ്യാനായിട്ടുള്ളത്. നല്ല ശ്ലോകങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിഷാജി, നമ്മൾ രണ്ടും രണ്ട് ദേഹമാണ്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഒന്നും പറയാനില്ല, ഇതൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ട് ഇനി കുട്ടികളെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കണം. കാര്യം കുട്ടികൾ വളരെ ഇന്റലക്ച്വൽ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. അപ്പം ഇതാണ് ഇതിനകത്തെ കാര്യങ്ങൾ. ഘനശ്യാം, ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, ഇന്ന് കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഞങ്ങൾ ബുധനാഴ്ച പറഞ്ഞു നിർത്തിയ കാര്യമാണ്. ഞാൻ പിന്നീട് അവനുമായിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെ, വല്ലപ്പോഴേ ഫോൺ ചെയ്യാറുള്ളൂ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഞങ്ങള് പറഞ്ഞത് ചോദിച്ചത് ഓക്കെ, തം അത്ഭുതം ബാലകം, അതാണ് അന്ന് പറഞ്ഞത്. ചൊല്ലിക്കോളൂ, ഞാനത് വിട്ടില്ല. അദ്ഭുതം ബാലകം അംബുജേശനം ഉദായുധം ശ്രീവത്സലേഷ്ണം ഗളശോഭികൗസ്തുകം പീതാംബരം ചന്ദ്രപയോദശോഭകം മഹാകവൈഡൂരി കിരീടകുണ്ടലം നിശപരിഷത്ത് സഹസ്രകുണ്ടലം ഉദാമകാഞ്ചി ഗംഗനാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത. ഹരേ കൃഷ്ണ. ഈ രൂപമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഇതുകൊണ്ടാണ് ഞാൻ വീണ്ടും വായിച്ചത്. ഈ രൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും മനസ്സിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സീലടിക്കുന്ന മാതിരി, എഴുത്തില് പോസ്റ്റ് ഓഫീസിൽ റൗണ്ട് സീൽ അടിക്കത്തില്ലേ, ആ സീൽ അടിക്കുന്ന മാതിരി ഭഗവാന്റെ ഈ രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് അടിച്ചമർത്തി വെക്കണം. ഹനുമാൻജി ഹൃദയം തുറന്നു കാണിച്ചു, എന്റെ ഹൃദയത്തിൽ എപ്പോഴും ശ്രീരാമചന്ദ്രനും സീതാദേവിയുമാണെന്നുള്ളത്. അർജുനന്റെ ഓരോ രോമകൂപങ്ങളിലും ശ്രീകൃഷ്ണ ശരണമ്മ, ശ്രീകൃഷ്ണ ശരണമ്മ എന്ന ശബ്ദം പ്രതിധ്വനിയാണ് ഉണ്ടായിരുന്നത്. ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകേണ്ടത്. അപ്പം വരുമ്പം നമ്മൾ ഈ ജന്മ മൃത്യു ജരാ വ്യാധികളിൽ നമ്മൾ രക്ഷപ്പെടും. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് ഇത് ഭാഗവതത്തിലെ നമ്മളെല്ലാ വർഷവും ജന്മാഷ്ടമിക്ക് എല്ലാവരും, നമ്മുടെ സാധാരണ ജനം പോലും വായിക്കുന്ന ഒരു ശ്ലോകമാണ്. ഏത് ദശമസ്കന്ധത്തിലാണോ സ്മിത മാതാജി? തമ്മത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖി ഗദാദി ഉദായുധം ശ്രീലക്ഷ്മലേഷ്മം കളശോപി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭകം മഹാർഘവൈഡൂര്യ കിരീട കുന്തളം തുഷാ പരിഷത് സഹസ്ര കുന്തളം കുന്തളം വിരോചമാനം വസുദേവ ഐക്ഷത. ഭഗവാൻ അങ്ങനെ വസുദേവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചതുർഭുജങ്ങളോടുകൂടി. ആ ഒരു രൂപം വസുദേവര് ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് ദർശനം എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ദ്വിജഭുജനായിട്ട് വരുന്നത്. ഇതേ രൂപം മറ്റൊരു ഭൂമിയിൽ അർജുനന്റെ മുന്നിലും ഭഗവാൻ കാണിച്ചു. നമ്മുടെ മുന്നിലും ഭഗവാനെ എങ്ങനെയാണ് വരും നമുക്കറിയില്ല. കൃഷ്ണ,
ആ ഒരു രൂപം, ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും മായാതെ കാണണമേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹരേ കൃഷ്ണ. അത് തന്നെയാണ് വിദ്യാധരൻ എന്ന ഗന്ധർവൻ അന്ന് ചെയ്തത്. നമ്മൾ രാമായണത്തിൽ പഠിച്ചു വായിച്ചു, വിദ്യാധരൻ സ്തുതിച്ചത് അത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് അംബരീഷ മഹാരാജാവ് പിന്നെ സ്തുതിക്കുന്നത്, എൻ്റെ ഓരോ അംഗങ്ങളും ഭഗവാന്റെ സേവയായിരിക്കണമേ എന്നുള്ളത്. മാതാജി ഇട്ടു ശ്ലോകം കുറിച്ചു വെച്ചോളൂ. ദശമസ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് അല്ലെ, 3-ാമത്തെ അധ്യായത്തില്. താങ്ക് യു ഘനശ്യാം, താങ്ക് യു. ഹരേ കൃഷ്ണ. ദശമസ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് 9-10 ശ്ലോകമാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. 3.9 10.3.9 to 10. SB 10.3.9 to 10, 9 and 10. ദശമസ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് 9-ാമത്തെയും 10-ാമത്തെയും ശ്ലോകം. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ സന്തോഷം. അടുത്ത വെള്ളിയാഴ്ച സ്പെഷ്യൽ സെഷനാണ്. കഴിഞ്ഞ മാസം സ്മിത മാതാജി ചെയ്തതുപോലെ, കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ പോലെ അടുത്ത ആഴ്ച വേറൊരു സെഷനുമായിട്ടാണ് വരുന്നത്. ചതുർശ്ലോകി ഭാഗവതം. ടൈം എപ്പോഴാണ്? 7:15. 15 മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 7:15 ഇതേ ടൈം. പിന്നെ 15 മിനിറ്റ് മുമ്പായിട്ടുള്ള 9 മണിക്ക് നമ്മൾ നിർത്തും. ഇതേപോലെ ചതുർശ്ലോകി ഭാഗവതമാണ് ചെയ്യുന്നത്. ശില്പമാതാജിയാണ്. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും ഈ സ്പെഷ്യൽ ക്ലാസ് ആകുമ്പം എല്ലാവരുടെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നാട്ടിലുള്ളവരെയൊക്കെ ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ സെഷൻ, ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ നമുക്ക് ഭാഗവതമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു ഹരേ കൃഷ്ണ. സ്മിതമാജി, ഗോവി പ്രഭു, ഗോവിന്ദനാഥ് പ്രഭു ഹരേ കൃഷ്ണ. മീരാജി ഹരേ കൃഷ്ണ. സുമാജി ഹരേ കൃഷ്ണ. നിഷാജി ഹരേ കൃഷ്ണ. സുധീർ പ്രഭു, മാതാജി ഹരേ കൃഷ്ണ. ഘനശ്യാം ഹരേ കൃഷ്ണ. കുട്ടികളെ ആരുടെയും കുട്ടികളെ ഇന്ന് കണ്ടില്ല. ചന്തുവിനെ കണ്ടിട്ടില്ല, ഇപ്പൊ ആരുടെയും പാട്ട് കേൾക്കുന്നില്ല. പിന്നെ എക്സാമിന്റെ കുറിച്ച് തിരക്കാരനെ. പിന്നെ അതുപോലെ സ്നേഹയെ കാണുന്നില്ല. സ്നേഹക്കെ യൂത്തായി, ഇനിയിപ്പോ ക്ലാസ് ഒക്കെ എടുക്കാനായിരിക്കും വിളിക്കേണ്ടത്. സ്നേഹയെ കാണുന്നില്ല. പിന്നെ അതുപോലെ കമലുവിനെ, അച്ചുവിനെ കാണുന്നില്ല. ഹരേ കൃഷ്ണ. ഭജൻസ് ഇപ്പം അത്ര ഇല്ല അല്ലേ പ്രഭു? നമുക്ക് സമയം